പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രചാരകരും പ്രബോധകരുമാണ് തങ്ങളെന്ന് നാഴികക്ക് 40 വട്ടം പ്രസംഗിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ ആചാരം, മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുക എന്ന ഈ ചീത്ത സമ്പ്രദായം, ആ സമ്പ്രദായത്തിന് അനുകൂലിക്കുന്ന ഒരു പ്രമാണം അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10 ലക്ഷത്തോളം വരുന്ന ഹദീസുകളിൽ നിന്ന് ഒരൊറ്റ ഹദീസ് കൊണ്ട് ഖുതുബ മലയാളത്തിലോ അല്ലെങ്കിൽ മാതൃഭാഷയിലോ നിർവഹിക്കാമെന്ന് തെളിയുന്നു എന്ന് പറഞ്ഞ് തെളിയിക്കുവാനോ സമർത്ഥിക്കുവാനോ ഇന്നുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള സമ്പ്രദായങ്ങളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ദീനിൽ അടിസ്ഥാനമില്ലാത്ത, പ്രമാണങ്ങളുടെ പിന്തുണയില്ലാത്ത, ചരിത്രത്തിന്റെ അംഗീകാരമില്ലാത്ത ഏതെങ്കിലും ഒരു വിഷയം അല്ലാഹുവിന്റെ ദീനിൽ ആരെങ്കിലും പുതിയതായി സ്ഥാപിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് ബഹിഷ്കരിക്കപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് സംബന്ധിച്ച് വളരെ നല്ല വിശദീകരണം നൽകിയിട്ടുണ്ട്. അന്നൽ ബിദ്അത്തുൽ മദ്മൂമത ഹുവൽ മുഹ്ദസു ഫിദ്ദീൻ മിൻ ഗൈരി അൻ യകൂന ഫീ അഹദി സ്വഹാബത്തി വത്താബിഈന വലാ ദല്ല അലൈഹി ദലീലു ശർഈ. സ്വഹാബത്തിന്റെ കാലത്ത് നടപ്പിലില്ലാത്ത, താബിഈങ്ങളുടെ കാലത്ത് നടപ്പിലില്ലാത്ത, അതുപോലെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരു പ്രമാണത്തിന്റെയും പിന്തുണയോ അംഗീകാരമോ ഇല്ലാത്ത ഒരു കാര്യം ഒരാൾ ദീനിൽ നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് ആക്ഷേപാർഹമായ ബിദ്അത്ത്, അനാചാരം എന്ന് പറയപ്പെടുന്നത്. അത് പറഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ശ്രദ്ധേയമായ ഒരു വിശദീകരണം നൽകുന്നു. വമിനൽ ജഹലത്തി, വിവരം കെട്ട, അതാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം. വിവരം കെട്ട ചില ആളുകളുണ്ട്. അവരെന്ത് പറയും? മൻ യജഅലു കുല്ല അംരിൻ ലം യകുൻ ഫീ സമനിൻ മിന സ്വഹാബത്തി. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത മുഴുവൻ കാര്യങ്ങളും, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിട്ടില്ലാത്ത മുഴുവൻ കാര്യങ്ങളും അത് അനാചാരമായി, ബിദ്അത്തൻ മദ്മൂമത്തൻ, അത് അനാചാരമായി ചിത്രീകരിക്കുന്ന ചില വിവരം കെട്ട ആളുകളുണ്ട് എന്ന് പറഞ്ഞ് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി വിവരക്കേടിനെ പരിഹസിക്കുകയാണ്. പ്രമാണങ്ങളുടെ പിന്തുണയുണ്ട്, ഖുർആനിന്റെ പിന്തുണയുണ്ട്, സുന്നത്തിന്റെ പിന്തുണയുണ്ട്, ചരിത്ര പാരമ്പര്യത്തിന്റെ പിന്തുണയുണ്ട്, എങ്കിൽ പോലും അത് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് നല്ല കാര്യങ്ങളെ, ഇസ്ലാം ഈ കാലം വരെ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്ത കാര്യങ്ങളെ അനാചാരമായി, ബിദ്അത്തായി ചിത്രീകരിക്കുന്ന ചില വിവരദോഷികളെ നമുക്ക് കാണാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി വിശദീകരിക്കുന്നു. അദ്ദേഹം പിന്നീട് പറഞ്ഞു, വഇല്ലം യകുൻ ദലീലുൻ അലാ ഖുബൂഹിഹി. അത് ചീത്തയാണ് എന്നതിന് ഒരു തെളിവുമില്ല. നല്ല കാര്യമായി ലോകത്ത് ആചരിക്കപ്പെട്ട ഒരു കാര്യം, അതൊരു നേരം പുലർന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയുന്നു അത് ബിദ്അത്താണ്, അത് അനാചാരമാണ്, നരകത്തിലാണ്. എന്നാൽ അത് പറയാൻ എന്തെങ്കിലും തെളിവുണ്ടോ? അത് ചീത്തയാണ് എന്ന് സമർത്ഥിക്കാൻ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ? ഇല്ല. തമസ്സുകൻ ബിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ. ചീത്ത കാര്യങ്ങളെ, പുതിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പുതിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിനെ മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ആന്തരിക തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ, അതിന്റെ വിശദീകരണം എന്താണ് എന്ന് മനസ്സിലാക്കാതെ, അതിന്റെ താത്വികമായ വിശകലനത്തിലേക്ക് പോകാതെ തികച്ചും ബാഹ്യമായി ആ ഹദീസിനെ വിലയിരുത്തി എല്ലാ പുതിയ കാര്യങ്ങളും അനാചാരമാണ്, ബഹിഷ്കരിക്കപ്പെടേണ്ടതാണ് എന്ന വിവരക്കേട് പ്രസംഗിക്കുന്നവർക്ക് ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറയുന്നു, അന്നൽ മുറാദ ബിദാലിക ഹുവ അൻ യജ്അല ഫിദ്ദീനി മാ ലൈസ മിൻഹു.
ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ അഥവാ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഹദീസിൽ മുന്നറിയിപ്പ് നൽകുന്നത്. അല്ലാതെ പ്രമാണങ്ങൾക്ക് നിരക്കുന്ന സ്വഹാബത്ത്, താബിഈങ്ങൾ, താബിഈങ്ങൾ, അതിനുശേഷമുള്ള മുസ്ലിമീങ്ങൾ അവർ ഐക്യത്തോടെ ഇജ്മാഅോടെ ഏകകണ്ഠമായി അംഗീകരിച്ച് നടപ്പിൽ വരുത്തുന്ന നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങൾക്ക് പ്രമാണങ്ങളുടെ പിന്തുണയുണ്ട്. ഒരു പ്രമാണവും അതിനെ വിമർശിക്കുന്നില്ല, അതിനെ എതിർക്കുന്നില്ല എങ്കിൽ അത് പുതിയ കാര്യമാണ് എന്നതുകൊണ്ട് മാത്രം വിമർശിക്കപ്പെടുകയില്ല. അത് ബഹിഷ്കരിക്കപ്പെടാൻ പാടില്ല, ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാറുദ്ദീൻ ഖസ്സാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശറഹുൽ മഖാസിദിന്റെ 3-ാമത്തെ വാള്യം 466-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. ഇതേ കാര്യം തന്നെ ലോകത്ത് ഇസ്ലാമിനെ വക്രീകരിക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തിന്റെയും മാതൃകാ പുരുഷനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. ഇസ്ലാമിനെ വക്രീകരിക്കുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടി പിൽക്കാലത്ത് ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ടോ, അത് മുജാഹിദ് പ്രസ്ഥാനമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും മറ്റേത് പ്രസ്ഥാനങ്ങളാണെങ്കിലും ആ പ്രസ്ഥാനങ്ങളൊക്കെയും മാതൃകാ പുരുഷനായി സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. അദ്ദേഹം തന്നെയും തന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ 255-ാമത്തെ പേജിൽ പറയുന്നത് ബഹിഷ്കരിക്കപ്പെടേണ്ട ബിദ്അത്ത് ഏതാണ്, തള്ളിക്കളയപ്പെടേണ്ട ബിദ്അത്ത് അനാചാരം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇബ്നു തൈമിയ്യ അദ്ദേഹം കൊച്ചു വാക്കുകളിൽ വിശദീകരിക്കുന്നു. ഫകുല്ലു മാ ലം യദുല്ല അലൈഹി ദലീലുൻ ശർഈയ്യുൻ, ദീനിൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രമാണത്തിന് വിരുദ്ധമായ കാര്യം ഏതോ അതാണ് ബഹിഷ്കരിക്കപ്പെടേണ്ട ബിദ്അത്ത്, അനാചാരം. ദീനിൽ തെളിവില്ല, ഖുർആനിൽ തെളിവില്ല, സുന്നത്തിൽ തെളിവില്ല, ഇജ്മായിൽ തെളിവില്ല, ഖിയാസിന്റെ പിന്തുണയില്ല, അങ്ങനെ ദീനിൽ അംഗീകരിക്കപ്പെട്ട ചതുർ പ്രമാണങ്ങൾക്കും വിരുദ്ധമായ രൂപത്തിൽ നിർമ്മിക്കപ്പെടുന്ന പുതിയ കാര്യം ഏതോ അതാണ് ബഹിഷ്കരിക്കപ്പെടേണ്ട അനാചാരമെന്ന് എല്ലാ ബിദ്അകളുടെയും മാതൃകാ പുരുഷനായ ഇബ്നു തൈമിയ്യ തന്നെ തന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ 255-ാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോൾ, പ്രമാണങ്ങളും രേഖകളും തെളിവുകളും കൂടുതൽ പറയുമ്പോൾ അല്പം വിരസത പ്രസംഗത്തിന് അനുഭവപ്പെടുമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഇസ്ലാമിൽ ഇതൊക്കെ നേരത്തെ വിശദീകരിക്കപ്പെട്ടതാണ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടതില്ല. ഇസ്ലാമിൽ സുന്നത്തായ കാര്യം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കുന്ന കാര്യങ്ങളാണ്. ബിദ്അത്ത്, അനാചാരം എന്ന് പറയുമ്പോൾ നാം ബേജാറാകേണ്ട കാര്യമില്ല. ഇസ്ലാമിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ 4 പ്രമാണങ്ങൾക്കും നിരക്കാത്ത കാര്യമാണ്. പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ പിന്തുണയുണ്ടോ എങ്കിൽ അത് സുന്നത്താണ്. പ്രമാണങ്ങൾ 4ഉം എതിർക്കുന്ന ഒരു കാര്യമാണോ എങ്കിൽ അത് ബിദ്അത്താണ്. ഇത്രയും നാം വിശദീകരിച്ചതിന്റെ രത്ന ചുരുക്കം അതാണ്. ഇനി വളരെ കുറച്ച് സമയം ഉപയോഗപ്പെടുത്തി അനാചാരങ്ങളായി വിശദീകരിക്കപ്പെടുന്ന ഒരുപാട് സദാചാരങ്ങൾ ഇസ്ലാമിലുണ്ട്. അത് സംബന്ധിച്ച് ചെറിയ ഒരു വിശദീകരണം നടത്തി നമുക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കാം.